കയ്യിലൊരു കൂറ്റൻ അരിവാൾ, രാത്രിയിലെ അടിച്ചു വീശുന്ന തണുത്ത കാറ്റിലിളകുന്ന കറുത്ത വസ്ത്രങ്ങൾ, രാത്രിയിലെ കനത്ത ഇരുട്ടിലും ചുവന്ന് തിളങ്ങുന്ന കണ്ണുകൾ. തമിഴ്നാട്ടിന്റെയും കേരളത്തിന്റെയും അതിർത്തികളിൽ ഭയത്തിന്റെ നിഴൽ വീണ ഗ്രാമങ്ങളെ തിന്മകളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ഒരു രക്ഷകനുണ്ട്, കാവൽ ദൈവമായ കറുപ്പുസ്വാമി. വെറുമൊരു കാവൽ ദൈവം മാത്രമാണോ അദ്ദേഹം? ഈ പേരിന് പിന്നിൽ നിഗൂഢത നിറഞ്ഞതും അതിശയിപ്പിക്കുന്നതുമായ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഹിന്ദു പുരാണങ്ങളുടെ താളുകളിൽ കറുപ്പുസ്വാമിയെക്കുറിച്ച് ഭീതിയും ഭക്തിയും നിറഞ്ഞ നിരവധി കഥകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രശസ്തമായ കഥ രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. സീതാദേവി വാൽമീകി ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന കാലം. ദേവി തന്റെ മകനായ ലവനെ ആശ്രമത്തിൽ ഉറക്കിക്കിടത്തിയ ശേഷം വെള്ളമെടുക്കാനായി നദിയിലേക്ക് പോയി. എന്നാൽ പോകുന്ന വഴിയിൽ ലവൻ ഉണർന്ന് അമ്മയുടെ പിന്നാലെ ചെന്നു. ഇതറിയാതെ ആശ്രമത്തിൽ തിരിച്ചെത്തിയ വാൽമീകി മഹർഷി കാണുന്നത് ശൂന്യമായ തൊട്ടിലാണ്. കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന ഭയന്ന മഹർഷി ധ്യാനത്തിലിരുന്ന് തന്റെ തപശക്തിയാൽ ദർഭപുല്ലെടുത്ത് ലവന്റെ അതേ രൂപമുള്ള മറ്റൊരു കുഞ്ഞിന് ജീവൻ നൽകി. ദേവി വെള്ളവുമായി തിരിച്ചെത്തിയപ്പോൾ തൊട്ടിലിൽ മറ്റൊരു കുഞ്ഞ്. കാര്യമറിഞ്ഞപ്പോൾ മഹർഷി അത്ഭുതപ്പെട്ടു. ദർഭപുല്ലിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ആ കുഞ്ഞിന് കുശൻ എന്ന് പേരിട്ടു. പിൽക്കാലത്ത് വളർന്നു വലുതായ കുശൻ വനത്തിലെ നിഗൂഢ ശക്തികളെയും ആയോധന കലകളെയും സ്വായത്തമാക്കി. പ്രകൃതിയുടെ ഇരുണ്ട ശക്തികളെ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ കുശന്റെ ശരീരം കരിനിഴൽ പോലെ കറുത്ത നിറമായി മാറിയെന്നും അതോടെ അവൻ ദുഷ്ടശക്തികളെ വകവരുത്തുന്ന കറുപ്പുസ്വാമി എന്ന കാവൽ ദൈവമായി രൂപാന്തരപ്പെട്ടതെന്നുമാണ് പുരാണങ്ങളുടെ വിശ്വാസം. പരമശിവന്റെ അഘോരമൂർത്തിയുടെ അംശവും വിഷ്ണുവിന്റെ കാവൽക്കാരനായുള്ള സങ്കല്പവും ഇതേ കുശനിൽ പിന്നീട് ലയിച്ചു ചേർന്നതായി പറയപ്പെടുന്നു. എന്നാൽ ഇതൊക്കെ പുരാണം. ഇതിനപ്പുറം ഈ മണ്ണിൽ യുദ്ധങ്ങളിൽ പോരാടി മരിച്ച ഒരു മനുഷ്യന്റെ ചരിത്രമുണ്ട് കറുപ്പുസ്വാമിക്ക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴകത്ത് ജീവിച്ചിരുന്ന ഒരു ധീരനും അജയനുമായ യോദ്ധാവായിരുന്നു കറുപ്പൻ. ദരിദ്രരെയും പാവപ്പെട്ട ഗ്രാമീണരെയും കൊള്ളക്കാരിൽ നിന്നും അതിക്രൂരന്മാരായ നാടുവാഴികളിൽ നിന്നും രക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലി കൊടുത്ത ഒരു വീരപുരുഷൻ. കറുത്ത കുതിരപ്പുറത്ത് കയ്യിലൊരു കൂറ്റൻ വാളുമായി രാത്രികാലങ്ങളിൽ അദ്ദേഹം അതിർത്തികളിൽ കാവലായി. അനീതിക്കെതിരെ പോരാടി ഒടുവിൽ ഒരു വലിയ യുദ്ധത്തിൽ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി കറുപ്പൻ ചോര വാർന്ന് വീരമൃത്യു വരിച്ചു. പാവങ്ങൾക്ക് അദ്ദേഹം ദൈവതുല്യനായിരുന്നു. തങ്ങളെ കാത്ത ആ വീരയോദ്ധാവിനെ ഗ്രാമീണർ മറന്നില്ല. അവർ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി അതിർത്തികളിൽ കല്ലുകൾ നാട്ടി ആരാധിക്കാൻ തുടങ്ങി. കാലക്രമത്തിൽ ആ ധീര മനുഷ്യൻ കറുപ്പുസ്വാമി എന്ന ദൈവമായി മാറി. അതുകൊണ്ടാണ് ഇന്നും കറുപ്പുസ്വാമി ക്ഷേത്രങ്ങളിൽ വലിയ വിഗ്രഹങ്ങളോ മതിൽക്കെട്ടുകളോ ഇല്ലാത്തത്. ശ്മശാന തുല്യമായ കാവുകളിലും മരച്ചുവട്ടിലും ഗ്രാമ അതിർത്തികളിലും ഇരുട്ടിലുമാണ് കറുപ്പൻ കുടികൊള്ളുന്നത്. കറുപ്പുസ്വാമിക്ക് മുന്നിൽ വലിയ ആചാരങ്ങളോ സങ്കീർണമായ മന്ത്രങ്ങളോ ഇല്ല. ഉള്ളിൽ നിന്ന് മനസ്സുരുകി വിളിച്ചാൽ കറുപ്പൻ കൂടെയുണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വഞ്ചന കാണിക്കുന്നവർക്കും സ്ത്രീകളെ അപമാനിക്കുന്നവർക്കും പാവങ്ങളെ ദ്രോഹിക്കുന്നവർക്കും കറുപ്പന്റെ വാളിന് ഭയമാണ്. നന്മയുള്ള മനസ്സുകൾക്ക് തുണയായും തിന്മ ചെയ്യുന്നവർക്ക് കാലനായും കറുപ്പുസ്വാമി ഇന്നും അതിർത്തികളിൽ കാവലായി നിൽക്കുന്നു. ദൂരെ നിന്ന് കേൾക്കുന്ന കുതിരക്കുളമ്പടിയോടെ കാറ്റിലിളകുന്ന കറുത്ത വസ്ത്രങ്ങളോടെ ജ്വലിക്കുന്ന കണ്ണുകളുമായി വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകും കറുപ്പുസ്വാമി.